അപ്പോൾ ഈ ആശങ്കകൾക്കൊടുവിലും പല സാധ്യതകളുമുണ്ട്. ഇതിനിടയിൽ ഉയരുന്ന ഒരു ചർച്ച UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യമാണ്. ഒരുപക്ഷേ ഇടതുമുന്നണിക്ക് ആ തർക്കത്തിൻ്റെ വിഷയം ഉണ്ടാവില്ല, പിണറായി വിജയൻ തന്നെയാവാം. പക്ഷേ UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാവാം? 3 പേരുകാരുണ്ട്. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാൽ. ഈ സാധ്യതകളാണ് പൊതുവിൽ ഉയരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൽ നടക്കുന്ന ഈ ചർച്ചകൾ തൽക്കാലം ഹൈക്കമാൻഡ് ഇടപെട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി പരസ്യ നീക്കം ആരും നടത്തരുത് എന്നാണ് പറയുന്നത്. പക്ഷേ അതല്ല, ഉള്ളിൽ ആഭ്യന്തരമായി വലിയ ചരടുവലികൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. 3 പേരുകളുണ്ട്. ആ 3ൻ്റെ സാധ്യതകളാണ് വിശദമായി നമ്മൾ പരിശോധിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ചരടുവലികൾ ഇതിനുവേണ്ടി പിന്നിൽ നടക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, 3 പേരുകാർ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ. 3 പേരുടെയും സാധ്യതകൾ വ്യത്യസ്തമാണ്. 3 സാധ്യതകൾ നമുക്ക് പരാമർശിക്കാം. നമുക്ക് ആദ്യമായി 3 പേരുടെയും സാധ്യതകൾ പ്രത്യേകം പരാമർശിക്കാം. ഡാൻ, എങ്ങനെയാണ് ഈ സാധ്യതകളെ കാണുന്നത്? VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ചോയ്സ് ഉള്ളതാണ്. കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷത്തെ നയിച്ചത്. നമുക്ക് ആദ്യം VD സതീശനിൽ തുടങ്ങാം. സതീശൻ്റെ സാധ്യതകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? എന്താണ് ഡാൻ ഈ സാധ്യതകളെ കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2021 വളരെ അപ്രതീക്ഷിതമായാണ് കോൺഗ്രസിന് ഒരു ഭരണത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നത്. അതിനു മുമ്പുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലമൊക്കെ അതിന് കാരണമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു പിണറായി വിജയൻ എന്ന CPM-ന്റെ കരുത്തരായ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഗ്രസീവായ മുഖം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന ആലോചനകളാണ് VD സതീശനിലേക്ക് കാര്യങ്ങൾ അനുകൂലമായി എത്തിക്കുകയും അങ്ങനെ വളരെ മൈന്യൂട്ടായ MLA-മാർ മാത്രമുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി, അവരുടെ നേതാവായി, പാർലമെന്ററി പാർട്ടി ലീഡറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്ന പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം. അതിൽ ആദ്യം തന്നെ PT തോമസിന്റെ മരണത്തെ തുടർന്ന് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പിന്നീട് പുതുപ്പള്ളിയിൽ കോൺഗ്രസിന്റെ അധികായകനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് വലിയ ചരിത്ര വിജയമാണ് ഉണ്ടായത്. ആ ചരിത്ര വിജയം ഉണ്ടായ സമയത്ത് കൃത്യമായി UDF-ന്റെ ചെയർമാനായി അതിനെ നയിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനായിരുന്നു. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഏറ്റവും വലിയൊരു നേട്ടം പല കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും നേടിക്കൊണ്ട് CPM-ന്റെ കോട്ടകളിൽ വരെ ഇളക്കം ഉണ്ടാക്കുന്ന തരത്തിൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. അപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശനാണ്. അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ നേട്ടത്തിൻ്റെയുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലെയിം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് VD സതീശൻ അനുകൂലികൾ, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കളൊക്കെ പരസ്യമായ പ്രതികരണവുമായി അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിനിങ്ങിന് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് മുഹമ്മദ് ഷിയാസ് പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി വരണമെന്നാണ് തങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന കാര്യം. എന്തായാലും അത് ഒരു വശത്ത് അങ്ങനെ നിൽക്കുമ്പോൾ VD സതീശന് വെല്ലുവിളിയായി മാറുന്ന സാഹചര്യം UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ VD സതീശൻ്റെ പേര് അല്ലെങ്കിൽ VD സതീശനെ അനുകൂലിക്കുന്ന എത്ര പേർ ഉണ്ട് എന്നൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെ സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന ഒരു നേതാവിൻ്റെ പേര് മാത്രമായിരിക്കും ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുക. അങ്ങനെ എല്ലാ MLA-മാരുടെയും അല്ലെങ്കിൽ ജയിച്ചു വരുന്ന എല്ലാ കോൺഗ്രസ് MLA-മാരുടെയും പിന്തുണ ഉറപ്പാക്കാൻ VD സതീശന് കഴിയുമോ എന്നതാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നത്. അതേസമയം നമുക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്ന് ഏറ്റവും സാധ്യതകളിൽ വലിയ തരത്തിൽ ചർച്ചകളിൽ നിറയുന്ന രമേശ് ചെന്നിത്തലയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, സോണിയാഗാന്ധിയുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. കാരണം ഉമ്മൻചാണ്ടിയായിരുന്നു 2011 മുതൽ 2016 വരെ കേരളത്തിലെ മുഖ്യമന്ത്രി. അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് അവസാന 2 വർഷം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കാം, അദ്ദേഹത്തിന് താക്കോൽ സ്ഥാനം നൽകാമെന്ന് അന്ന് കേരളത്തിന് ചുമതലയുണ്ടായിരുന്ന മുകുൾ വാസ്നിക്ക് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. മാത്രവുമല്ല 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായൊരു മുന്നറിയിപ്പ് നൽകാതെയാണ് മാറ്റിയത്. പക്ഷേ അദ്ദേഹം പരസ്യമായ പരിഭവം പ്രകടിപ്പിച്ചില്ല. പക്ഷേ പാർട്ടി നേതൃത്വത്തെ, പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തെ കൃത്യമായി അദ്ദേഹം പരിഭവം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതോടൊപ്പം NSS-ന്റെയും SNDP-യുടെയും പിന്തുണ
രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ക്രൈസ്തവ സഭയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയും രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുകൂലികൾ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരു അവകാശവാദം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം പരസ്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ കെ സുധാകരനുണ്ട്. കെ സുധാകരൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും നേരിട്ട് കണ്ട് നടത്തിയ കൂടിക്കാഴ്ചയിലടക്കം ഈ കാര്യം അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു ഉറപ്പ് ഇതാണ് എന്ന തരത്തിലാണ് രമേശ് ചെന്നിത്തല ക്യാമ്പ് നൽകുന്ന സൂചനകൾ. അത്തരത്തിൽ കെ സുധാകരനും കെ ബാബുവും അതോടൊപ്പം കെ സി ജോസഫും, എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ളവർ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കും എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മറുവശത്ത് കെ സി വേണുഗോപാലിൻ്റെ, AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി, തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതാണ്ട് 80 മണ്ഡലങ്ങളിൽ അടക്കം പരസ്യമായ പ്രചാരണത്തിന് എത്തിയ, അതിന് ചുക്കാൻ പിടിച്ച കെ സി വേണുഗോപാൽ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായി ഒരു വശത്ത് പുരോഗമിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ അത്തരത്തിലുള്ള വലിയ പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട്. അതിനുള്ളൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ സ്ഥാനാർത്ഥി പട്ടികയിലെ 55 പേരിലധികം കെ സി വേണുഗോപാലിൻ്റെ നോമിനികളാണ്, അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോട് കൃത്യമായൊരു ആഭിമുഖ്യം പുലർത്തുന്നവരാണ്, ജയസാധ്യതയുള്ളവരാണ് ഇവരിൽ അധികവും എന്നാണ് വിലയിരുത്തലും. അങ്ങനെ വന്നാൽ പാർലമെന്ററി പാർട്ടിയിൽ ആരെ പാർലമെന്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുക്കണമെന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ ഈ MLA-മാരിൽ ബഹുഭൂരിപക്ഷവും കെ സി വേണുഗോപാലിന് അനുകൂലമായ നിലപാടെടുക്കും. അങ്ങനെ കെ സി വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴി തെളിയും. അദ്ദേഹം ഇരിക്കൂറിൽ നിന്ന് ഇരിക്കൂറിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടി ഇവിടേക്ക് എത്താനുള്ളൊരു സാഹചര്യമാകും ഉണ്ടാകുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ന തരത്തിലുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. പക്ഷേ കെ സി വേണുഗോപാലിന് വെല്ലുവിളിയായി മാറുന്ന പ്രധാനപ്പെട്ട കാര്യം, MP-മാരായ കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകിയ ഉറപ്പായിരുന്നു നിയമസഭയിൽ കണ്ണൂർ സീറ്റിൽ മത്സരിപ്പിച്ചുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭയിൽ ഇടം നൽകാമെന്ന കാര്യം. പക്ഷേ അത് ലംഘിക്കപ്പെട്ടത് ഒരു MP-മാരും തൽക്കാലം സംസ്ഥാനത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു കാർക്കശ്യം നിറഞ്ഞ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിടത്താണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താനിടയായ സാഹചര്യം വലിയ തരത്തിലുള്ള സമ്മർദ്ദം രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെയും ഭാഗത്ത് നിന്ന് ആ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് അങ്ങനെ MP-മാർ മത്സരിക്കാനായി സംസ്ഥാനത്തേക്ക് എത്തിയാൽ തങ്ങൾ മാറി നിൽക്കും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കും എന്ന നിലപാട് രമേശ് ചെന്നിത്തലയും VD സതീശനും ഹൈക്കമാൻഡിനെ അറിയിച്ചു, കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചു എന്നുള്ള സൂചനകളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവസാന സാധ്യതയിൽ വരെ ഇടം പിടിച്ചിരുന്ന കെ സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തേക്ക് കടന്നു വരാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അവിടെയാണ് വളരെ ടാക്ടിക്കലായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വർക്കൗട്ടായത്. അന്ന് കെ സുധാകരനും അടൂർ പ്രകാശും മത്സരരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, സ്വാഭാവികമായി UDF അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, അതേ ഒരു കാര്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് കെ സി വേണുഗോപാലിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാനുള്ള ഒരു വഴി തുറക്കപ്പെടുമായിരുന്നു. പക്ഷേ ഈ MP-മാർക്ക് മത്സരിക്കാനുള്ള ഒരു ചാൻസ് പൂർണ്ണമായി അടഞ്ഞ പശ്ചാത്തലത്തിൽ കെ സി വേണുഗോപാൽ ഇനി എങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മുഖ്യമന്ത്രി പദം ലക്ഷ്യമാക്കി കടന്നു വരാൻ കഴിയും എന്നാണ് VD അനുകൂലികളും രമേശ് ചെന്നിത്തല അനുകൂലികളുമൊക്കെ ചോദിക്കുന്നത്. അവിടെയാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം നിർണായകമായി മാറുക. അതിൽ തന്നെ സോണിയാഗാന്ധി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകും എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരെത്തും എന്ന തരത്തിൽ നേതാക്കളെ പിന്തുണച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന പരസ്യമായ വാക്പോര് ഹൈക്കമാൻഡിനെ വലിയ തരത്തിൽ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ചർച്ചകളും 4-ാം തീയതി വരെ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഇതിനോടകം നൽകിയിരിക്കുന്നു. ഒരു കാര്യം കൂടി, ഇത് യഥാർത്ഥത്തിൽ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ കോൺഗ്രസിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ആണ് ഭൂരിപക്ഷം ലഭിക്കുമെന്നത് മുന്നിൽ കണ്ട് ചരടുവലികൾ പുറമേക്കില്ലെങ്കിൽ കൂടി നടക്കുന്നുണ്ടാവാം. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ തേടുന്നുണ്ടാവാം. VD സതീശനും അത്തരം നീക്കങ്ങൾ ഉണ്ടാവാം. നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെയുള്ള സൈബർ ഇടങ്ങളിലെ നീക്കങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ട രീതി നമ്മൾ കണ്ടതാണ്. സമാനമായ എന്തും ഇനിയുള്ള ദിവസങ്ങളിൽ സംഭവിക്കാം എന്ന് വേണോ നമ്മൾ കരുതാൻ? ചരടുവലികൾ ഇപ്പോഴും സജീവമല്ലേ? തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതയും അതുപോലെ തന്നെ നിൽക്കുകയാണ്. കാരണം MLA-മാരുടെ പൂർണ്ണമായ പിന്തുണ ഉറപ്പാക്കാതെ ഹൈക്കമാൻഡിൻ്റെ കൃത്യമായ ഒരു പച്ചക്കൊടി വീശിയതിനെ തുടർന്ന്, അല്ലെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ ആശീർവാദത്തോടെയാണ് അന്ന്
പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി ഡി സതീശൻ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായി അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തിയാൽ നിർണായകമായ ഒരു താക്കോൽ സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാലിന് നേരിട്ടെത്താൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃത്യമായ പിന്തുണയും ആശീർവാദവുമുള്ള ഒരു നേതാവിന് മാത്രമേ ആ പദവിയിലേക്ക് എത്താൻ കഴിയൂ. അങ്ങനെയെങ്കിൽ കെ സി വേണുഗോപാൽ ഈ നിർണായക ഘട്ടത്തിൽ ആരെ പിന്തുണയ്ക്കുമെന്നത് സുപ്രധാനമായ ചോദ്യമാണ്. മാത്രമല്ല AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കെ സി വേണുഗോപാൽ എത്തിയിട്ട് ഏതാണ്ട് 8 വർഷത്തോളം ആകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി അദ്ദേഹം ആ പദവിയിൽ എത്ര നാൾ തുടരും? AICCയിൽ ചില അഴിച്ചുപണികൾ ഉണ്ടായേക്കും. അദ്ദേഹത്തെ ദേശീയ തലത്തിൽ മറ്റ് ചില സുപ്രധാനമായ പദവികളിലേക്ക് നിയോഗിക്കാൻ, അതായത് AICCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ള പദവിയിലേക്ക് കെ സി വേണുഗോപാലിനെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. പക്ഷേ അത്തരം ചർച്ചകൾ പാതി വഴിയിൽ നിലയ്ക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിലൊരു അനിശ്ചിതത്വം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഇരിക്കുമ്പോൾ കെ സി വേണുഗോപാലിന് ഒരു ബെറ്ററായ പ്ലേസ്മെന്റ് ഒരുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾക്ക് മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ കെ സി വേണുഗോപാലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ UDF അധികാരത്തിലെത്തുന്ന ഒരു മന്ത്രിസഭയുടെ തലവനായി അദ്ദേഹത്തെ കടന്നു വരാൻ വഴിയൊരുക്കണമെങ്കിൽ അതിൽ രാഹുൽ ഗാന്ധിയുടെ അനുകൂലമായൊരു നിലപാട് വേണം. അതിന് ഗാന്ധി കുടുംബം തയ്യാറാകുമോ? നിലവിൽ നിർണായകമായൊരു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന കെ സി വേണുഗോപാലിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ കേരളത്തിൻ്റെ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ ഗാന്ധി കുടുംബം അനുവദിക്കുമോ? അതോ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ ഒരു പദവി നൽകി അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ തന്നെ നിലനിർത്താനായിരിക്കുമോ ഹൈക്കമാൻഡ് തീരുമാനിക്കുക എന്നത് ഉൾപ്പെടെ ഈ കാര്യത്തിൽ നിർണായകമാണ്. എന്തായാലും കോൺഗ്രസ്സാണ് ചർച്ചകൾ വലിയ തരത്തിൽ ചൂടുപിടിക്കുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ ഇപ്പോഴുള്ള ഏറ്റവും മുതിർന്ന നേതാവ്, അതായത് ഗാന്ധി കുടുംബത്തിന് ഏറ്റവും വിശ്വാസമുള്ള സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് AK ആന്റണിയാണ്. AK ആന്റണി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് കൂടി നിർണായകമായി മാറും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 3 പേരിൽ ആരെ AK ആന്റണി പിന്തുണയ്ക്കും എന്നത് ഈ വിഷയത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവിന് സാഹചര്യം ഒരുക്കും എന്ന വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിലുള്ളത്. യെസ്, എന്തായാലും ഡാൻ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൽ പുറമേക്കില്ലെങ്കിലും ഉള്ളിൽ ചർച്ചകൾ സജീവമാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ രമേശ് ചെന്നിത്തല തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നായി. എന്തായാലും തെരഞ്ഞെടുപ്പ് തങ്ങൾക്ക് അനുകൂലമാണ്, വിധി തങ്ങൾക്ക് അനുകൂലമെന്ന കോൺഫിഡൻസിലാണ് UDFിലെ കോൺഗ്രസിലെ ആലോചനകൾ നടക്കുന്നത്. എന്ത് സംഭവിക്കാം? KC ഒരു പക്ഷേ എൻട്രി ചെയ്തേക്കാം, ആ സാധ്യതയും തള്ളിക്കളഞ്ഞു.